പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 26-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനികാശ്ച കപില കണാദ ശുശ്രുതസ്തദാ ചരകോ ഭാസ്കരാചാര്യോ വരാഹമിഹിരസുധീഹി. വൈജ്ഞാനികാശ്ച കപില കണാദ ശുശ്രുതസ്തദാ ചരകോ ഭാസ്കരാചാര്യോ വരാഹമിഹിര സുധീ. ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് കപില മഹർഷിയെ കുറിച്ചാണ്. കപിലൻ, സിദ്ധാനാം കപിലോ മുനി എന്ന വിശേഷണത്തിലൂടെ ഭഗവത്ഗീതയിൽ കപിലമുനിയെ ഭഗവാൻ തൻ്റെ വിഭൂതികളിൽ ഒരാളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ കപിലമുനിയുടെ സിദ്ധാന്തങ്ങളാണ് യുക്തിസഹജമായി ഇന്നുവരെ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും മാർഗദർശകമായിട്ടുള്ളത്. മനസ്സ് എന്താണെന്നും ബോധത്തിനനുസരിച്ച് ചില അണുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതും ഇന്നും ശാസ്ത്രങ്ങൾക്കതീതമായ മേഖലയാണ്. ഇന്നേക്ക് 3000-ലധികം വർഷം മുമ്പ് ഈ മേഖലയിലും ഭൗതിക രംഗത്തും ഗവേഷണങ്ങൾ നടത്തുകയും സൃഷ്ടിക്കുകയും ശരീരത്തിനും കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനായിരുന്നു കപിലമുനി. ശാസ്ത്രജ്ഞനെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് സാങ്കേതികമായി ശരിയല്ല. കാരണം അദ്ദേഹത്തിന് മുമ്പ് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി ശേഖരിച്ച വിവരങ്ങളെ വിശകലനം നടത്തി രേഖപ്പെടുത്തുന്ന രീതിയിൽ ഒരു ശാസ്ത്രം തന്നെ ഉണ്ടായിരുന്നില്ല. നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ശേഖരിച്ച വിവരങ്ങളെ ആഴത്തിൽ പഠിച്ച് ഒരു നിഗമനത്തിലെത്തിയതായിരുന്നു കപിലന്റെ സാംഖ്യശാസ്ത്രം. 6 വൈദിക ദർശനങ്ങളിൽ ഒന്നാണ് സാംഖ്യശാസ്ത്രം. പ്രകൃതിയിൽ എല്ലാത്തിനും സാക്ഷിയുണ്ട്. സാക്ഷിയില്ലാത്ത നടക്കുന്ന പ്രതിഭാസങ്ങൾ, നിരന്തരമായി നിരീക്ഷിക്കുന്ന വിവരങ്ങൾ, ഓർത്തുവയ്ക്കുന്ന ഒരു ഘടകമില്ലാത്തതിനാൽ ഒരിക്കലും ഒരു സംഭവമായി മാറുന്നില്ല. അതിനാൽ പ്രപഞ്ചത്തിലെ എല്ലാ നാമരൂപങ്ങൾക്കും സംഭവിക്കുന്ന പരിണാമഗതിക്ക് പിന്നിൽ ഒരു സാക്ഷി വേണം എന്ന് വെച്ചാൽ ആരാണ് ഇതിൻ്റെ എല്ലാം ദിശയും ക്രമവും തീരുമാനിച്ചിരിക്കുന്നത്? 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ജീവിച്ചിരിക്കുന്ന എല്ലാ ചരങ്ങൾക്കുമുള്ളത്. വികസിച്ച ജീവികൾക്കെല്ലാം 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. ഇവയെല്ലാം പ്രകൃതിയിൽ തന്നെ ഉള്ളതിനാണല്ലോ എല്ലാ ചരങ്ങൾക്കും ഇവയ്ക്കുള്ളത്. ഇന്ദ്രിയ വിഷയങ്ങളിലും സാമ്യമുണ്ട്. കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണവും ആവശ്യമല്ലേ? അതാണ് കപിലമുനി ചെയ്തത്. ഇന്ന് വരെ കപിലന്റെ സാംഖ്യ സിദ്ധാന്തം തർക്ക സംഗതിയായി നിലനിൽക്കുന്നുവെന്നത് എത്രമാത്രം ആഴത്തിലും യുക്തിയുക്തമായുമാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ചത് എന്നതിനുമുള്ള തെളിവാണ്. സാംഖ്യവും മറ്റു ദർശനങ്ങളും പഠിക്കാത്തതിനാലാവണം തൻ്റെ സമയം സംബന്ധിച്ച് സംക്ഷിപ്ത ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ സ്റ്റീഫൻ ഹാക്കിംഗ് ചെന്നെത്തിയ നിഗമനം ഈ സൃഷ്ടിക്ക് ഒരു കാരണവുമില്ല, ക്രമവുമില്ല എന്നായിരുന്നു. തികച്ചും ആകസ്മികമാണ് സൃഷ്ടി. ഇത്രയും കൃത്യമായി അസംഖ്യം അയുധങ്ങളായ അണുക്കളും കോശങ്ങളും ജീവികളും പരസ്പര പൂരകങ്ങളും ക്രമബദ്ധവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനു പിറകിൽ ബുദ്ധിയല്ല, ആകസ്മികത മാത്രമാണ് എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. കപിലന്റെ സിദ്ധാന്തം ഈശ്വരന്റെ അസ്തിത്വം അത്യാവശ്യമല്ലാതാക്കുന്നു എന്നതിനാലാണ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വേദവ്യാസനും ഗൗഡപാദനും ശങ്കരാചാര്യരുമെല്ലാം ബ്രഹ്മസൂത്രം, മാണ്ഡൂക്യകാരിക, ബ്രഹ്മസൂത്ര ഭാഷ്യം എന്നിവ എഴുതിയത്. എന്നാൽ ബുദ്ധിക്കും അപരോക്ഷജ്ഞാനത്തിനും എത്തിച്ചേരാവുന്ന എല്ലാ മേഖലകളിലും ഇന്നും സാംഖ്യശാസ്ത്രം പ്രസക്തമാണ്. വിവേകാനന്ദന്റെ വാക്കുകളിൽ 1-2 വിശദാംശങ്ങളിൽ സാംഖ്യശാസ്ത്രത്തിൽ നിന്നും ഭിന്നമാണെന്ന് മേനി നടിക്കാമെന്നൊഴിച്ചാൽ മറ്റു ദർശനശാസ്ത്രങ്ങളെല്ലാം കപിലമുനിയുടെ സാംഖ്യശാസ്ത്രത്തിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളാണ്. അതിനാൽ ഭാരതത്തിന്, ലോകത്തിനു തന്നെ പ്രപഞ്ച
ശാസ്ത്രം സംഭാവന ചെയ്തത് കപിലമുനിയായിരുന്നു. ശാസ്ത്രമെന്ന ഗവേഷണ നിഗമന പരിഷ്കരണത്തിന് ബുദ്ധി ഉപയോഗിക്കാമെന്നുള്ള കണ്ടുപിടുത്തം സനാതനധർമ്മം എന്ന പ്രപഞ്ച വീക്ഷണത്തിലൂന്നിയ സാംസ്കാരിക മികവുകളുടെ കൂട്ടായ്മയ്ക്കും വിവിധയിലുണ്ടായിരുന്ന ഏകതയ്ക്കും അടിത്തറയിൽ വേദങ്ങൾക്കു ശേഷം കപിലമുനിക്ക് വളരെ വലിയ പങ്കുണ്ട്. മനുവിന്റെ വംശത്തിലാണ് കപിലൻ ജനിക്കുന്നത്. ഭാഗവതവും മറ്റു പുരാണങ്ങളും പറയുന്നതനുസരിച്ച് കർദമ പ്രജാപതിയുടെയും ദേവാഹുതിയുടെയും സന്താനങ്ങൾ അനസൂയ അടക്കം 9 പെൺകുട്ടികളും കപിലനുമായിരുന്നു. അച്ഛൻ തപസ്സിനായി വീട് വിട്ടപ്പോൾ കപിലൻ അമ്മയ്ക്ക് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തു. സഗരന്റെ 60,000 പുത്രന്മാർ കപിലന്റെ ആശ്രമത്തിൽ അതിക്രമിച്ചു ചെന്നതിനെ തുടർന്ന് ഭസ്മമാക്കപ്പെട്ടു. ഭഗീരഥന്റെ ചരിത്രവും ഗംഗയുടെ ഭൂപ്രവേശവും ഇതിൽ തുടർന്നുണ്ടായതാണ്. എന്നാൽ ചരിത്ര ഗവേഷകർ കപിലൻ 3000 വർഷം മുമ്പ് ജീവിച്ചിരിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയത്. അതിനവർ സാഖ്യസൂത്രങ്ങൾ, സാഖ്യകാരിക എന്നിവയുടെ തെളിവുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആകെ 6 അധ്യായങ്ങളും 524 സൂത്രവാക്യങ്ങളുള്ള ഗ്രന്ഥമാണ് സാഖ്യസൂത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. കപിലന്റെ സിദ്ധാന്തമനുസരിച്ച് പുരുഷൻ എന്ന ചൈതന്യ തത്വവും പ്രകൃതി എന്ന ജഡതത്വവുമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. പ്രകൃതി പുരുഷന്റെ പ്രേരണയാൽ സൃഷ്ടിക്ക് ഒരുങ്ങുന്നു. പുരുഷൻ പ്രകൃതിയിൽ ചിത് ശക്തി എന്ന വീര്യം സ്ഥാപിക്കുന്നു. അതോടെ പ്രകൃതി കാര്യകാരണ കർത്തൃത്വമായി സൃഷ്ടി ആരംഭിക്കുന്നു. സൃഷ്ടിയിൽ 3 ഗുണങ്ങളാണ് സന്തുലിതാവസ്ഥയിലുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണവ. അസന്തുലിതാവസ്ഥയിൽ ഈ 3മാണ് സൃഷ്ടിക്രമം ആരംഭിക്കുന്നത്. ആദ്യം മഹത് അഥവാ ബുദ്ധി തത്വമുണ്ടാകുന്നു. മഹത്തിൽ നിന്ന് അഹങ്കാരവും തമോ ഗുണവുമായി ചേർന്ന അഹങ്കാരം തന്നെ പഞ്ചതന്മാത്രകളാകുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണവ. ഇവ വീണ്ടും പഞ്ചമഹാഭൂതങ്ങളാകുന്നു. ആകാശം ശബ്ദത്തിൽ നിന്ന്, വായു സ്പർശനത്തിൽ നിന്ന്, അഗ്നി രൂപത്തിൽ നിന്ന്, ജലം രസത്തിൽ നിന്ന്, പൃഥ്വി ഗന്ധത്തിൽ നിന്ന് എന്നിങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. പഞ്ചമഹാഭൂതങ്ങൾ വിവിധ അനുപാതത്തിൽ ചേർന്ന് ദേശകാലാവസ്ഥയിൽ വിവിധങ്ങളായ നാമരൂപങ്ങൾ, ശരീരങ്ങൾ ഉണ്ടാകുന്നു. അഹങ്കാരം സത്വഗുണവുമായി ചേർന്ന് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുമാകുന്നു. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ കാര്യം വികൃതിയും കാരണം പ്രകൃതിയുമായി സൃഷ്ടിച്ചു പുരോഗമിക്കുന്നു. സ്വയം സൃഷ്ടിയും കാരണവുമാവുന്ന കാര്യങ്ങളാണ് മഹത്, അഹങ്കാരം എന്നിവ. വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് ത്രിഗുണങ്ങൾ നീളുമ്പോൾ പ്രളയമുണ്ടാകുന്നു. പുരുഷൻ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശബ്ദസ്പർശാദി വിഷയങ്ങളിലും നാമരൂപങ്ങളിലും ആസക്തനായി അവരുടെ ഭോക്താവായി സ്വയം കരുതുന്നു. ഇത് ദുഃഖത്തിനും ജനന മരണങ്ങൾക്കും കാരണമാകുന്നു. ഇതാണ് അജ്ഞാന അവസ്ഥ. സ്വയം വ്യക്തിത്വമായി കരുതുന്നതും പുരുഷൻ തന്നെ. ജഡചേതന വിവേകം ഉണ്ടായി പ്രകൃതിയും കാര്യങ്ങളും തന്നിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പുരുഷൻ അറിയുന്നത് മോക്ഷാവസ്ഥ, സ്വാതന്ത്ര്യം, ആത്മശുദ്ധിയിലാണ് മോക്ഷത്തിന്റെ അടിസ്ഥാനം. ഈ സിദ്ധാന്തമെല്ലാം കപിലമുനി പകർന്നത് തൻ്റെ ശിഷ്യനായിരുന്ന ആസുരിയിലേക്കാണ്. 3 തെളിവുകളാണ് സാഖ്യശാസ്ത്രം അംഗീകരിക്കുന്നത്: പ്രത്യക്ഷം, അനുമാനം, പ്രമാണം. പ്രമാണമായി വേദത്തെ അംഗീകരിക്കുന്നതിനാലാണ് വൈദിക ദർശനമാണ് എന്ന കാര്യം നാം ഇതിൻ്റെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്നത്. തുടർന്നുണ്ടായ യോഗം, വൈശേഷികം, ബൗദ്ധദർശനം, തന്ത്രം എന്നീ ചിന്താധാരകളെല്ലാം അടിസ്ഥാനം സാഖ്യശാസ്ത്രം, സാഖ്യദർശനം തന്നെ. മഹാനായ പ്രാചീന ശാസ്ത്രജ്ഞൻ കപിലമുനിയെ ഓർമ്മിപ്പിക്കുന്ന കപില തീർത്ഥവും ഭാരതത്തിലാണ്. നേപ്പാളിൽ ബുദ്ധന്റെ ജന്മസ്ഥലത്താണ് കപില വസ്തു. ഇവിടെ കപിലമുനിയെക്കുറിച്ച് പറയുമ്പോൾ ആ മുനി ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന കപിലമുനി തന്നെയാണോ 3000 വർഷം മുമ്പ് സാഖ്യശാസ്ത്രം എഴുതിയ കപിലമുനി എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കപിലമുനി എന്ന് പറയുന്ന ആ വൈജ്ഞാനികനെ ഭാരതം
എല്ലാ കാലത്തും സമഗ്രമായിട്ട് ആദരിക്കുകയും അദ്ദേഹത്തെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഒരു കാര്യത്തെ മനസ്സിലാക്കുവാൻ 3 തെളിവുകൾ: പ്രത്യക്ഷം, അനുമാനം, പ്രമാണം. പ്രത്യക്ഷം കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കുന്നത്. അനുമാനം ഊഹമാണ്. അതായത് അകലങ്ങളിൽ എവിടെയോ നമ്മൾ പുക കാണുന്നു. പുകയുണ്ടാകുമ്പോൾ നമുക്കറിയാം അടുത്തെവിടെയോ തീയിട്ടിട്ടുണ്ട്, നമ്മൾ തീ കണ്ടിട്ടില്ല. അപ്പം അതാണ് അനുമാനം. പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്ന അനുമാനം. അതുപോലെ തന്നെയാണ് മൂന്നാമത് പറഞ്ഞത് പ്രമാണം. ഇന്നേ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇന്നേ ആള് പറഞ്ഞു, ഇന്നേ ശാസ്ത്രകാരൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് പ്രമാണമായി തീരുന്നു. അത് അംഗീകരിച്ച ഒരു ശാസ്ത്രകാരൻ ശാസ്ത്ര സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ശാസ്ത്രത്തിലെ അവസാന വാക്കെന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രകാരൻ പറയുന്ന ഗ്രന്ഥവും അതിലെ പേജും അതിൻ്റെ പ്രമാണമായി തീരും. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഒരു തത്വത്തെ ഒരാൾ അംഗീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ തത്വസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആശയ പദ്ധതികളെ കപിലമുനിയുടെ നേതൃത്വത്തിൽ കപിലമുനി സൃഷ്ടിക്കപ്പെട്ടത്. ആ മുനിയെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.